പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു ഇത്. നമ്മുടെ മണിച്ചേട്ടന്റെ പീപ്പിച്ചനും മാമുക്കയുടെ മലബാർ മഹർഷിയുമൊക്കെയുള്ള നെടുമുടിയുടെ മൂകാംബിക യൂണിവേഴ്സിൽ വരുന്ന മറ്റൊരു ചിത്രം. ചിത്രത്തിന്റെ പേര് മന്ത്രമോതിരം. പിന്നെ തീർച്ചയായും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിന്റെ ഭാഗമായിട്ടുള്ള ജൂനിയർ മാൻഡ്രാക്ക്. ആ പടത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് 90s എന്റെ മറ്റൊരു പ്രിയപ്പെട്ട ജഗദീഷ് ചിത്രം. കൽപ്പനയും ജഗതിയും ചേർന്നുള്ള കോമഡി സീനുകൾ, ആ ഫേക്ക് സൂയിസൈഡിൽ വരുന്ന ക്ലൈമാക്സ്, ഇതൊക്കെയാണ് ഞാൻ ആ ചിത്രം ഓർത്തിരിക്കാനുള്ള കാരണങ്ങൾ. ചിത്രത്തിന്റെ പേര് ഗ്രാമപഞ്ചായത്ത്. അടുത്തതായി വരുന്നത് അന്തരിച്ച നടൻ രാജൻ പി ദേവ് സംവിധാനം ചെയ്ത അച്ചാമ്മക്കുട്ടിയുടെ അച്ചായ. കലാഭവൻ മണിയുടെ ആ ഒരു കഥാപാത്രവും ജഗദീഷ് ശ്രീകുമാറിന്റെ ആംബുലൻസ് ഡ്രൈവറായുള്ള വേഷവും ദേവ്ജിയുടെ ക്യാമിയോയും ഒക്കെ ഞാൻ ഓർത്തിരിക്കുന്ന മറ്റൊരു 90s ചിത്രം. അടുത്തത് നമ്മുടെ 90s പിള്ളേരുടെ ആദ്യമായി കണ്ടു പേടിച്ചതും ഇഷ്ടപ്പെട്ടതുമായ പ്രേത സിനിമ ആകാശഗംഗ. കൂട്ടത്തിൽ അവസാനത്തേത് ലേലം ട്രയോളജിയിലെ സെക്കൻഡ് പാർട്ട് വാഴുന്നോർ. ഓക്കെ, അപ്പൊ ഈ പടങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ എന്താണ്? അതാണ് റൈറ്റർ ബെന്നി പി നായരമ്പലം. അപ്പൊ 2000 വരെ അദ്ദേഹം എഴുതിയ എനിക്ക് പ്രിയപ്പെട്ട ചില സിനിമകളെ പറ്റിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി 2000 മേലെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതിയതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയുടെ കൊമേഴ്സ്യൽ ശാഖയിലെ ഒരു വാല്യൂബിൾ അസറ്റ് തന്നെയായിരുന്നു അദ്ദേഹം എന്നാണ്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ നടന്മാരുമൊത്തുള്ള പാർട്ണർഷിപ്പ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ദിലീപിൽ നിന്ന് തുടങ്ങാം. 4 ചിത്രങ്ങളാണ് ഈ കൂട്ടുകെട്ടിൽ പുറത്തു വന്നത്. കല്യാണരാമൻ, കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. കാര്യം ഈ ആക്ടറും റൈറ്ററും കൊമേഴ്സ്യൽ സിനിമയ്ക്ക് പേര് കേട്ടവരാണെങ്കിലും ദിലീപിലെ നടനെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത 2 സ്ക്രിപ്റ്റുകൾ കൊടുത്തത് ഇദ്ദേഹമായിരുന്നു, കുഞ്ഞിക്കൂനനും ചാന്തുപൊട്ടും. ഇനി ഇദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുമായുള്ള കൊളാബറേഷൻ നോക്കുകയാണെങ്കിൽ ആ കൂട്ടുകെട്ടിലും 4 സിനിമകളാണ് വന്നത്. തൊമ്മനും മക്കളും, പോത്തൻ വാവ, അണ്ണൻ തമ്പി, ചട്ടമ്പി നാട്. ഇയാൾക്ക് കോമഡി വഴങ്ങില്ല, ഇയാളുടെ കോമഡി സിനിമകൾ വിജയിക്കില്ല എന്നൊരു ചീത്തപ്പേര് മമ്മൂട്ടി മാറ്റിയെടുത്തൊരു കാലഘട്ടമായിരുന്നു 2005 മുതൽ 2010 വരെയുള്ള ടൈം. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തൊരു റൈറ്റർ ഇദ്ദേഹമായിരുന്നു. ഇനി മോഹൻലാലുമൊത്ത് വന്നത് ഒരേ ഒരു സിനിമ ചോട്ടാ മുംബൈ. ഒന്നുകിൽ ഒരു തമ്പുരാൻ ലൈൻ, അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഇട്ട തുടക്കത്തിൽ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന എന്നാൽ അവസാനം തിരിച്ചടിക്കുന്ന സ്ഥിരം പാറ്റേണിലുള്ള മോഹൻലാൽ കഥാപാത്രങ്ങൾ വിട്ട് ഇവയിൽ ഒന്നും തൊടാതെ മോഹൻലാൽ എന്ന ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ കൊമേഴ്സ്യൽ ആക്ടറിന് അഴിഞ്ഞാടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥാപാത്രം തല. ഇതിനിടയിൽ ജയറാമുമൊത്ത് നാറാണത്ത് തമ്പുരാൻ, പൃഥ്വിരാജുമൊത്ത് ലോലിപോപ്പ്. സോ ഇതായിരുന്നു 2000 മുതൽ 2010 വരെയുള്ള അദ്ദേഹത്തിന്റെ കരിയർ. നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റിയ ഏതെങ്കിലും പടമുണ്ടോ ഈ ലിസ്റ്റിനകത്ത്? അതായിരുന്നു റൈറ്റർ ബെന്നി പി നായരമ്പലം അക്കാലത്ത്. എന്നാൽ 2010 ശേഷം ട്രാഫിക്കും ചാപ്പാക്കുരിശും സാൾട്ട് ആൻഡ് പെപ്പറും ഒക്കെ വന്ന് മലയാള കൊമേഴ്സ്യൽ സിനിമ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിനും കൈപൊള്ളി. 2010 ശേഷം ഇദ്ദേഹത്തിന്റേതായി വന്ന സിനിമകൾ സ്പാനിഷ് മസാല, ബയ്യ ബയ്യ, വെൽക്കം ടു സെൻട്രൽ ജയിൽ, വെളിപാടിന്റെ പുസ്തകം എന്നിവയൊക്കെയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചോ? 2010 മുമ്പ് ഇദ്ദേഹവും ഒത്ത് ഹിറ്റുകൾ സൃഷ്ടിച്ച മമ്മൂട്ടിയും ദിലീപും മോഹൻലാലും ഒക്കെ തന്നെയാണ് ഈ സിനിമകളിലെ നായകന്മാർ. എന്നാൽ അവരോടൊത്തുള്ള സിനിമകളിലെ ആ പഴയ മാജിക് ആവർത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. ഇക്കൂട്ടത്തിൽ തന്നെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു ആവറേജ് സിനിമ എന്ന നിലയ്ക്ക് കണ്ടിരിക്കാം, ഒന്നൊഴിച്ച് വെൽക്കം ടു സെൻട്രൽ ജയിൽ. നിവിൻ പോളി, ദുൽഖർ സൽമാൻ പോലുള്ളവരുടെ ചിത്രങ്ങൾ കൂടുതലായും കണ്ടിരുന്ന അക്കാലത്ത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ അത്രയ്ക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു ട്വിസ്റ്റഡ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ആ പടം ബോക്സ് ഓഫീസിൽ ഒരു വിജയമായിരുന്നു. കാരണം ഊഹിക്കാലോ, ദിലീപിന്റെ ഫാൻ പവർ. ഇതിനിടയിൽ 2012 നിവിൻ പോളിയുമൊത്ത് പുതിയ തീരങ്ങൾ എന്നൊരു സിനിമയും അദ്ദേഹം ചെയ്തിരുന്നു. എനിവേസ് 2017 വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റേതായ സിനിമകളൊന്നും ഇറങ്ങിയില്ലെങ്കിലും അതിനുശേഷം 4ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മകൾ നായികയായ സിനിമയിൽ ഇദ്ദേഹം തന്നെ അച്ഛനായി വന്നതും അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കാണുന്നതും നല്ലൊരു ഫീൽ ആയിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബെന്നി പി നായരമ്പലം. ആൾ എഴുതിയതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 സിനിമകളുടെ പേരുകൾ കമന്റ് ചെയ്യുക.